Hi all friends, welcome to MTM Political Talk. നമ്മൾ ഇന്ന് ഡൽഹി സംസ്ഥാനത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഡൽഹി സംസ്ഥാനത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളാണല്ലോ 2 ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് മുതലാണ് ഡൽഹി സംസ്ഥാന രാഷ്ട്രീയ വാർത്തകളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. എന്തായാലും ഡൽഹി രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വിഷയം ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. പ്രമുഖ ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ സമരകാലത്താണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ അറിയുന്നത്. തുടർന്നങ്ങോട്ട് ഡൽഹി രാഷ്ട്രീയത്തിൽ പകരക്കാരനില്ലാത്ത വളർച്ച കൈവരിക്കുവാൻ കെജ്രിവാളിന് കഴിഞ്ഞു. ചൂൽ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആക്കി രൂപീകരിച്ച AAP എന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിൽ നല്ല സ്വീകാര്യത നേടിയെന്നതിൽ തർക്കമില്ല. ഡൽഹി മദ്യനയ കേസാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ ചാണക്യന് തൽക്കാലം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നത്. കഴിഞ്ഞ മാർച്ചിൽ അറസ്റ്റിലായെങ്കിലും മുഖ്യമന്ത്രിയായി തന്നെ അദ്ദേഹം തുടരുകയായിരുന്നു. ഫെബ്രുവരിയിലാണ് ഡൽഹി നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന സമയം. ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ അപ്രതീക്ഷിതമായാണ് രാജ്യതീരുമാനം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും അറിയിച്ചത്. 2 ദിവസത്തിനുള്ളിൽ പകരം മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുവാനും AAP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. നിരപരാധിത്വം തെളിയിക്കാൻ ഏത് അഗ്നിപരീക്ഷയും നേരിടുവാൻ തയ്യാറാണ് എന്ന് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുവാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുവാൻ സാധ്യത കുറവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കാഴ്ചപ്പാട്. തിരഞ്ഞെടുപ്പിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. വോട്ടർ പട്ടിക പുതുക്കുക, മെഷീനിൻ്റെ ചെക്കിങ്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി സാധാരണ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. ഫെബ്രുവരിയിൽ കാലാവധി കഴിയുന്ന ഒരു നിയമസഭയാണ്. ഏകദേശം 5 മാസം ബാക്കി നിൽക്കെ ഒരു തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ സജ്ജമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഈ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് എന്തായാലും ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല, പകരം മുഖ്യമന്ത്രി ഉണ്ട് താനും. അപ്പോൾ ഉടനെ ഒരു തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടതില്ല. കെജ്രിവാൾ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ടൂറിസം, സാംസ്കാരികം വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന അതീഷിയാണ് AAPയുടെ അടുത്ത മുഖ്യമന്ത്രിയാവുന്ന ആൾ. AAPയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ് അതീഷ്. അടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ പ്രതീക്ഷിക്കാം. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ ഈ തീരുമാനങ്ങൾ രാജ്യം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏകദേശം 5 മാസം ഉണ്ടെങ്കിലും അതിനിടയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കാൻ സമയമുണ്ട്. അടുത്ത ഫെബ്രുവരിയിലാണ് നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കെജ്രിവാൾ എടുത്ത തീരുമാനത്തിന് ഒപ്പമാണോ ജനങ്ങൾ, അതോ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസിനും BJPക്കും ഒപ്പമാണോ എന്നറിയാൻ നമ്മൾ ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വരും. AAPയുടെ തീരുമാനം ശരിയോ തെറ്റോ എന്നറിയാൻ അടുത്ത ഫെബ്രുവരി വരെ കാത്തിരിക്കാം. എന്തായാലും ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ഷീല ദീക്ഷിത്, സുഷമ സ്വരാജ് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി ഡൽഹിക്ക് ഉണ്ടാവുകയാണ്. അത് ഒരു നേട്ടം തന്നെയാണ്. തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും അടുത്ത ഫെബ്രുവരിയിൽ. അതുവരെ ഡൽഹി രാഷ്ട്രീയം നമുക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കാം.